പരപ്പനങ്ങാടിയിലെ മണ്ണിടിച്ചിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ചില പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മണ്ണിടിച്ചിലിൻ്റെ കൂടുതൽ രൂക്ഷത വ്യക്തമാക്കുന്ന ദൃശ്യം. ജിഷാദ് വളാഞ്ചേരിയുണ്ട്. ജിഷാദ്, തലനാരിഴയ്ക്കൊഴിവായ അപകടം എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. നോക്കൂ, ആ ക്യാമറയും പിടിച്ച് നടക്കുന്ന ആ വ്യക്തി നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ആ ചെളിയും മണ്ണും വന്ന് വീണു. ഭാഗ്യത്തിലാണ് അദ്ദേഹവും രക്ഷപ്പെടുന്നത്. അവിടുത്തെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? സജിത്ത്, മലപ്പുറം പാണക്കാടാണ് ഈ കനത്ത മണ്ണിടിച്ചിലുണ്ടായത്. ആളുകൾ മുൻകൂട്ടി മാറിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. നമുക്ക് തന്നെ ദൃശ്യങ്ങൾ കാണാം. കൈരളുടെ ഒരു ക്യാമറമാനാണ് അത്തരത്തിൽ ചളിയിൽ കുളിച്ചു നിൽക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ആളുകളായിരുന്നു, അതായത് മാധ്യമപ്രവർത്തകരും പോലീസുമായിരുന്നു ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തലനാരിഴക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്ന് നാട്ടുകാരും ചേർന്ന് ഈ മേഖലയിൽ നിന്ന് നേരത്തെ ആളുകളെ ഒഴിപ്പിച്ചതിനാൽ തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ മണ്ണെടുത്തിരുന്നത്. യാതൊരു അനുമതിയും കൂടാതെയായിരുന്നു ഇത്തരത്തിൽ മണ്ണെടുപ്പെന്നാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിന്റെ വീടിന്റെ സമീപത്തു നിന്നും 200 മീറ്റർ അകലെയാണ് അനധികൃത നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. സംഭവത്തെ കുറിച്ച് ഉടൻ തന്നെ നാട്ടുകാരും ഇത്തരത്തിൽ മണ്ണിടിയുന്നത് കണ്ട് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ചേർന്ന് സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ജിഷാദ് ഇപ്പോൾ ഒന്ന് തുടരുക. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിനീഷ, ചെയർപേഴ്സൺ അവിടെ ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഉണ്ടോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? എന്താണ് അവിടെ സംഭവിച്ചത്? നിലവിൽ നമുക്ക് ആളാഭയം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആളുകളൊക്കെ ഭയങ്കര പാനിക്കാണ്. നമ്മള് ഇവിടെ തൊട്ടടുത്തുള്ള താമസിക്കുന്ന ആളുകളൊക്കെ ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇതിനകത്ത് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. അവർ കല്ലെടുക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ അടുത്ത് കളക്ടർ മിനിസ്റ്റർ നേരിട്ടിട്ട് കളക്ടർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കളക്ടർ മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ ലെവൽ കളക്ടർ മീറ്റിംഗിലാണ് ഇപ്പോൾ. അതിനുശേഷം ഈ തഹസിൽദാരെയും വില്ലേജ് ഓഫീസേഴ്സിനെയും ഈ പെർമിഷൻ കൊടുത്ത ആളുകളെയൊക്കെ ചേർത്ത് ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ഈ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇത്തരം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുമ്പോൾ മണ്ണെടുപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് നിർദ്ദേശം പോകുന്നതാണല്ലോ. മലപ്പുറം നഗരസഭയും അത്തരം നിർദ്ദേശം നമ്മൾക്ക് അങ്ങനെ ഒരു നമ്മളടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടില്ല. നമ്മളുടെ അറിവോടുകൂടി സമ്മതത്തോടു കൂടി അല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ഇഷ്യൂ വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഒരുപാട് അധികാരങ്ങൾ എടുത്തു മാറ്റി. ഇപ്പൊ വ്യവസായ സ്ഥാപനമായ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അധികാരികൾ ഇത് ലൈസൻസ് കൊടുക്കുമ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അവർ വെരിഫൈ ചെയ്യുന്നില്ല. നമ്മൾക്ക് അധികാരമില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ല. അത് ചെയ്യുന്നത് പിന്നെ സർക്കാരാണ്. അതിന് നികുതി വാങ്ങിക്കുന്നതും സർക്കാരാണ്. ഇങ്ങനെ ടാക്സ് വാങ്ങിച്ചിട്ട് ദുരിതം മാത്രം ഞങ്ങൾക്ക്, ജനങ്ങളെ നേരിട്ട് അടുത്തറിയുന്ന ഞങ്ങളാണ് ഇതിന്റെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കേൾക്കുന്നത്, ദുരിതം അനുഭവിക്കുന്നതും. അവർക്ക് ഇതിന്റെ ടെക്നിക്കാലിറ്റി ഒന്നും ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ പറ്റില്ല. അവരെല്ലാം വിചാരിക്കും ഇത് നഗരസഭ ഞാൻ ഒപ്പിട്ട് കൊടുത്തെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ സാധാരണക്കാരാണ്, പാവങ്ങളാണ്. അതായത് ഞാൻ ചോദിക്കുന്നത്, അതായത് ഇപ്പം തദ്ദേശ സ്ഥാപനം നിങ്ങളുടെ അറിവോടെ അല്ല, സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ നേരിട്ടുള്ള അറിവോടെ ആയിരിക്കാം, അല്ലെങ്കിൽ ജിയോളജി വകുപ്പിന്റെ അനുമതി. വ്യവസായ വകുപ്പ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വ്യവസായ വകുപ്പായാലും ശരി, എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് അധികാരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് നൽകാതിരുന്നിട്ടുണ്ട്. ഇതെല്ലാം നേരിട്ട് സർക്കാർ ഹാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നികുതി അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ തർക്ക വിഷയത്തിലേക്കല്ല, നമുക്ക് ഈ സമയത്ത് ആ തർക്കത്തിന്റെ സമയവുമല്ലോ. ഞാൻ ചോദിച്ചതല്ല.
ടെക്നിക്കാലിറ്റി എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചതല്ല, ജില്ലാ കളക്ടർ എല്ലാവരുടെയും ഇത് കേരളത്തിലുള്ള ഒരു ഇടമാണല്ലോ ഇത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും ബാധകമായ സ്ഥലമാണ്. മലപ്പുറം ജില്ലാ കളക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ട സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായും ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അവിടെ ഈ മണ്ണെടുപ്പ് അടക്കമുള്ളത് നിർത്തിവെക്കാൻ നിർദ്ദേശം ഉണ്ടായിരുന്നു അവിടെ? കളക്ടർ നമ്മളതിന് ഇതില് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ടല്ലല്ലോ മണ്ണെടുപ്പ് ഇവർ ചെയ്തിട്ട് ഇവർ പെർമിഷൻ എടുത്തോ നമുക്ക് അറിയില്ലല്ലോ. ഇല്ല, ഓക്കെ. നിങ്ങൾ തദ്ദേശ സ്ഥാപനം എന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയില്ല. പൊതുവിൽ ഇത് ചെയ്തിട്ടുള്ളത് ഒരിക്കലും നഗരസഭ ഇതിന് കൺസെന്റ് കൊടുക്കില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് അത്ര എമർജന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാ നഗരസഭ ജനങ്ങളുടെ സേഫ്റ്റിയല്ലേ ആദ്യം നോക്കുന്നുള്ളത്? ശരി, ഞാൻ നഗരസഭ അനുമതി കൊടുത്തോ ഇല്ലയോ എന്നല്ല, ഞാൻ ആ വിഷയമല്ല പറഞ്ഞത്. ഞാൻ ചോദിച്ചത് മലപ്പുറം ജില്ലാ കളക്ടർ മണ്ണെടുപ്പിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായി ആ നിരോധനം എല്ലായിടങ്ങൾക്കും ബാധകമായിരിക്കുമല്ലോ. അങ്ങനെ നിർദ്ദേശം പോയിരുന്നല്ലേ മലപ്പുറത്ത്? അതെ, തീർച്ചയായിട്ടും കേരളത്തിൽ എല്ലായിടത്തും ഉള്ളതുപോലെ മലപ്പുറത്ത് ആ നിർദ്ദേശം ഉണ്ടാവും. ആരായാലും ശരി, കളക്ടർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, മിനിസ്റ്റർ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് മുഖം നോക്കാതെ ആരായാലും ആക്ഷൻ എടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവിടെ മണ്ണെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ അനുമതിയിലുണ്ട വിഷയം അല്ലെങ്കിൽ കൂടിയും ഞാൻ ചോദിക്കുന്നത്, അവിടെ മണ്ണെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു? ഞങ്ങളുടെ ആരുടെയും ആ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇവരൊന്നും പെർമിഷൻ ചോദിച്ചിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഇന്ന് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പെർമിഷൻ അവൻ അറിയാലോ, എന്തായാലും കിട്ടില്ല എന്നറിയാലോ ഈ സമയത്ത് പ്രത്യേകിച്ചും. ഇത് ഏത് സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞാൽ മലപ്പുറം സ്വദേശി തന്നെയാണോ? അക്കാര്യങ്ങളൊക്കെ അറിയാൻ മലപ്പുറം സ്വദേശി തന്നെയാണ്. ഒരു നൗഫൽ എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. കൂടുതലൊന്നും വ്യക്തമല്ല. ഡീറ്റെയിൽസ് എടുത്തിട്ട് കളക്ടർ മീറ്റിംഗിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് മീറ്റിംഗ് വിളിക്കാൻ വേണ്ടിയിട്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ അപകട വിഷയത്തിലേക്ക് തന്നെ വന്നാൽ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? റോഡ് പൂർണ്ണമായും മണ്ണുകൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ഇടിഞ്ഞു വീണിട്ടുണ്ട്. നമ്മളെല്ലാവരും ഈ അപകട സ്ഥലത്ത് തന്നെയുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പാനിക്കാണ്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ? ആ തരത്തിലുള്ള അപകടാവസ്ഥ ഉണ്ടോ അവിടെ? അറിയില്ല. നമ്മൾ വിജിലന്റ് ആയിട്ട് ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ആളുകളെ സേഫ് ആയിട്ട് ഇരുത്താന്ന് മാത്രമേ ഉള്ളൂ. യെസ്, എന്തായാലും താങ്കൾ അധ്യക്ഷയായിരിക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ പരിധിയിലാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് നമ്മൾ ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ എന്തായിരിക്കും? നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ തദ്ദേശ മിനിസ്റ്റർക്കും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവർക്കും ആദ്യം തന്നെ നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിന്റെ അധികാരം തിരിച്ചു തരാനുള്ള നടപടി ഈ ഗവൺമെന്റ് കൈകൊള്ളണമെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം ഇത്തരം ആളുകൾക്കെതിരെ കർശനമായിട്ട് എന്തായാലും നിൽക്കില്ല. എന്തായാലും നമ്മൾ ഒരുമിച്ച് എന്തായാലും ജനങ്ങളോടൊപ്പം തന്നെയാണ്, അത്രേ പറയാനുള്ളൂ. ഇൻ ഷോർട്ട്. ശരി, എന്തായാലും ഇടപെടൽ നടക്കട്ടെ. അവിടെ ആ പ്രശ്നം ഉണ്ടാവട്ടെ. അനുമതി ആര് കൊടുത്തു എന്തോ അത് വേറൊരു തർക്ക വിഷയമാണ്. അത് ആ തരത്തിൽ കൂടി ഇടപെടൽ നടക്കട്ടെ എന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.